പ്യാരെ ബച്ചോ ആദാബ്. ഉറുദുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാം, ഓണം എക്സാം നമ്മുടെ വാതിൽക്കൽ എത്തിച്ചേർന്നു അല്ലേ. നമ്മൾ ഹൈസ്കൂളിൽ എത്തിയതിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു എക്സാം കൂടിയാണ് ഈ ഒരു ഓണം എക്സാം. എല്ലാവർക്കും ആശങ്ക ഉണ്ടായിരിക്കും. പഴയ പോലല്ല, UP ക്ലാസ്സുകളെ പോലല്ല, കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എങ്ങനെ ഞാനിതെല്ലാം മാനേജ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. കാരണം എങ്ങനെ വലിയ ചോദ്യങ്ങൾ, അതായത് എല്ലാ പ്രാവശ്യവും ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. അങ്ങനെ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വിഷയം കൂടിയാണ് ഉറുദു. കാരണം കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ഉറുദുവിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും 100% ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളെ കാത്തിട്ട് എക്സാം ഹാളിൽ കാത്തിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇന്നുള്ള ഈ ക്ലാസ് കേൾക്കുക. പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി പഠിക്കുക. ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും കറക്റ്റായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ബച്ചപ്പൻ കെ ബാരെ മേം നോട്ട് ലിഖിയേ. ഒന്നാമത്തെ ചോദ്യം നോക്കുക, ബച്ചപ്പൻ കെ ബാരെ മേം. ബച്ചപ്പൻ ക്യാ ഹെ? എന്താ ബച്ചപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒന്നാമത്തെ ചാപ്റ്റർ മുഴുവൻ പറയുന്നത് ബച്ചപ്പൻ കെ ബാരെ മേ ഹെ, അഥവാ കുട്ടിക്കാലത്തെ കുറിച്ചാണ്. ബച്ചപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം, നമ്മളെ കുട്ടിക്കാലത്തുള്ള അനുഭവങ്ങളും സന്തോഷങ്ങളും ഓരോ കളികളും, ഇതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്റർ മുഴുവനുള്ളത്. അപ്പോൾ ബച്ചപ്പൻ കെ ബാരെ മേം നോട്ട് ലിഖിയേ, കുട്ടിക്കാലത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും 100% നിങ്ങളോട് ചോദിക്കും. എന്താണെങ്കിലും ചോദിക്കും, ഉറപ്പാണ്. ഒരു ക്വസ്റ്റ്യൻ ബച്ചപ്പൻ കെ ബാരെ മേം നോട്ട് ലിഖിയേ എന്നായിരിക്കും. കുട്ടിക്കാലത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക. മാത്രമല്ല, ഈ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള കവിതകൾ നമുക്കുണ്ട്. ആ കവിതകളുടെ ആശയം എഴുതുമ്പോഴും ഈ സെന്റൻസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അപ്പോൾ കവിതയുടെ ആശയം എഴുതാൻ ചോദിക്കുമ്പോൾ, അതുപോലെ കുട്ടിക്കാലത്തെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ പറയുമ്പോഴൊക്കെ ഉപകാരപ്പെടുന്ന ഒരു നോട്ട് കൂടിയാണിത്. എല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ബച്ചപ്പൻ കാ ജമാന, കുട്ടിക്കാലം. ബച്ചപ്പൻ കാ ജമാന എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം അല്ലേ. ബച്ചപ്പൻ കാ ജമാന ബഹുത് ഖൂബ്സൂറത്ത് ഹെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന സെന്റൻസ് ആണ് ഇതിലുള്ളത്. ബച്ചപ്പൻ കാ ജമാന ബഹുത് ഖൂബ്സൂറത്ത് ഹെ. ഒന്നാമത്തെ പോയിന്റ് ഇപ്പൊ തന്നെ പഠിച്ചു പോയിക്കോ. ബച്ചപ്പൻ കാ ജമാന, കുട്ടിക്കാലം, ബഹുത് ഖൂബ്സൂറത്ത് ഹെ, വളരെ എന്താണ്, ഖൂബ്സൂറത്ത് ഹെ, മനോഹരമാണ്. ഒരു സെന്റൻസ് പഠിച്ചു. ബച്ചപ്പൻ കാ ജമാന ബഹുത് ഖൂബ്സൂറത്ത് ഹെ. രണ്ടാമത്തെ സെന്റൻസ് നോക്ക്, ബച്ചപ്പൻ കാ ജമാന മെഹബൂബ് ജമാന ഹെ. നമ്മളെ കവിതയിലുള്ള ഒരു സെന്റൻസ് ആണ്, അതുകൊണ്ട് പഠിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ബച്ചപ്പൻ കാ ജമാന മെഹബൂബ് ജമാന ഹെ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ബച്ചപ്പൻ കാ ജമാന ബഹുത് ഖൂബ്സൂറത്ത് ഹെ. രണ്ടാമത്തെ പോയിന്റ് ബച്ചപ്പൻ കാ ജമാന മെഹബൂബ് ജമാന ഹെ. മൂന്നാമത്തെ പോയിന്റ് നോക്ക്, ബച്ചപ്പൻ മർഊബ് ജമാന ഹെ അല്ലേ. നമുക്കറിയാം ഏറ്റവും ആനന്ദിക്കുന്ന ഒരു കാലം കൂടിയാണ് നമ്മുടെ ബച്ചപ്പൻ എന്നുള്ളത്. ഇതും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബച്ചപ്പൻ ബഹുത് പ്യാര ജമാന ഹെ, വളരെ എന്താ പറയാ, പ്യാര, പ്രിയപ്പെട്ട ഒരു കാലം കൂടിയാണ് നമ്മുടെ ബച്ചപ്പൻ. ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ബച്ചപ്പൻ മെഹബൂബ് ജമാന ഹെ, ബച്ചപ്പൻ കാ ജമാന മർഊബ് ജമാന ഹെ, ബഹുത് ഖൂബ്സൂറത്ത് ജമാന ഹെ, ബഹുത് പ്യാര ജമാന ഹെ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. ഇനി നോക്ക്, ബച്ചപ്പൻ കാ ജമാന സബ് ലോഗ് പസന്ത് കർത്തേ ഹെ അല്ലേ. ബച്ചപ്പൻ കാ ജമാന സബ് ലോഗ് പസന്ത് കർത്തേ ഹെ, എല്ലാ ആളുകളും എന്ത് ചെയ്യുന്നു, പസന്ത് കർത്തേ ഹെ, ഇഷ്ടപ്പെടുന്നു അല്ലേ. ആർക്കും വലുതായി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയാണ് കുട്ടിക്കാലം. എല്ലാവർക്കും ആഗ്രഹമായിരിക്കും എന്ത്, തിരികെ ആ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പം ബച്ചപ്പൻ കാ ജമാന സബ് ലോഗ് പസന്ത് കർത്തേ ഹെ, കുട്ടിക്കാലം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയാണ്. അടുത്ത പോയിന്റ് നോക്ക്, അവസാനത്തെ പോയിന്റ്, ബച്ചപ്പൻ മേം ഹം. ബച്ചപ്പൻ മേ ഹം, കുട്ടിക്കാലത്ത് നമ്മൾ ത്വരഹ് ത്വരഹ് ഗേൽ ഖേൽത്തേ ഹെ.
ഖേൽ ഖേൽത്തെ ഹെ. നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടിക്കാലത്ത് വൈവിധ്യമാർന്നിട്ടുള്ള വ്യത്യസ്ത തരം കളികൾ കളിക്കുന്നു അല്ലേ? എന്തൊക്കെ കളികളാണ് നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കുക? കണ്ണുപൊത്ത് കളി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി, ഇങ്ങനെ എത്രയോ തരം കളികൾ, വിവിധ തരം കളികൾ അല്ലേ? ഈ കളികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഖേൽ ഖേൽത്തെ ഹെ, നമ്മൾ കളികളെല്ലാം കളിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് കുട്ടിക്കാലത്തെ കുറിച്ച് സിമ്പിൾ ആയിട്ടുള്ള നോട്ട് തയ്യാറാക്കാൻ പറ്റും. ഈ സെന്റൻസ് മുഴുവൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് എഴുതി വെച്ചാൽ 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല പഴയ പോലുള്ള ഗ്രേഡിംഗ് സിസ്റ്റം അല്ല, മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ പോയിന്റ്സ് വേണം. ഈ പോയിന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ കുട്ടിക്കാലത്തെ കുറിച്ച് നോട്ട് തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്ക്. രണ്ടാമത്തെ ചോദ്യം എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം തഫ്രീഹി മഖാമാത്ത്. എന്താ തഫ്രീഹി മഖാമാത്ത്? തഫ്രീഹി മഖാമാത്ത് എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. നമുക്കറിയാം നമ്മളൊരു അവധിക്കാലങ്ങളൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളെ സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ. കോഴിക്കോടുള്ള ബീച്ച്, അതുപോലെ പാർക്കുകൾ, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ എന്ത് ചെയ്യും? വിനോദത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഫാമിലി ആയിട്ടും കൂട്ടുകാരെ കൂടെ ഒക്കെ നമ്മൾ പോകും അല്ലേ? സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മൾ പോകുന്നതാണ്. നമ്മളോട് ചോദിക്കും തഫ്രീഹി മഖാമാത്ത്, ഒരു മാർക്കിന് ചോദിക്കും ഒരു തഫ്രീഹി മഖാമാത്ത്, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന തഫ്രീഹി മഖാമാത്ത് കാ നാം ലിഖിയെ, ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ പേര് എഴുതൂ. നമുക്ക് ഇഷ്ടം പോലെ എഴുതാൻ പറ്റും അല്ലേ? എത്ര ഇതുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. തഫ്രീഹി മഖാമാത്ത് എന്ന് പറയുമ്പോൾ 2 രീതിയിലുള്ള തഫ്രീഹി മഖാമാത്തുകൾ ഉണ്ട്. ചോദ്യം ശ്രദ്ധിക്കണം. ഒന്ന്, കേരള കെ തഫ്രീഹി മഖാമാത്ത്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അത് മാത്രമാണോ? അല്ല, കേരള കെ ബാഹർ, കേരളത്തിന്റെ പുറത്തുള്ള തഫ്രീഹി മഖാമാത്ത്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ 2 രീതിയിലുള്ള വിനോദസഞ്ചാരങ്ങളുണ്ട്. ഒന്ന് കേരളത്തിനുള്ളിലുള്ളതുണ്ട്, മറ്റ് കേരളത്തിന്റെ പുറത്തുള്ളതുണ്ട്. കേരളത്തിലുള്ളത് ഏതൊക്കെയാണ്? കേരള കെ തഫ്രീഹി മഖാമാത്ത്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഒന്ന് ബേക്കൽ കില്ല. എന്താ കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടക്ക് ഉറുദുവിൽ പറയാ കില്ല എന്നാണ് പറയാ. ബേക്കൽ കില്ല, ബേക്കൽ കോട്ട. അല്ലെങ്കിൽ ഇനി അതൊന്നും എഴുതാൻ കഴിയാത്ത ഒരു കാലിക്കറ്റ്, ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കോഴിക്കോട് അല്ലേ? കാലിക്കറ്റ്. അതുപോലെ എന്താ കോട്ടക്കുന്ന്, മൂന്നാമത് എഴുതിയത് കോട്ടക്കുന്ന്. നമുക്കറിയാം കോട്ടക്കുന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മലമ്പുഴ, മലമ്പുഴ, മലമ്പുഴ എന്താണ്? ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. തിരുവനന്തപുരം അല്ലേ? നമ്മുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് ഒട്ടേറെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തിരുവനന്തപുരം, നമുക്ക് എഴുതാൻ പറ്റും. ആലപ്പുഴ അല്ലേ? ആലപ്പുഴ ബീച്ച് പോലെ ഒരുപാട് സ്ഥലങ്ങൾ ആലപ്പുഴയിൽ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. കാലിക്കറ്റ്, ഇനി ഒന്നും അറിയാത്തവർ ഈ ജില്ലകളുടെ പേര് എഴുതി വെക്കുക. കാലിക്കറ്റ്, ആലപ്പുഴ, തിരുവനന്തപുരം, മലമ്പുഴ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാ അല്ലേ? ഇതൊക്കെ എഴുതി വെക്കുക. ഇനി കേരള കെ ബാഹർ കെ തഫ്രീഹി മഖാമാത്ത്, കേരളത്തിന് പുറത്തും കുറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. ഏതൊക്കെ? താജ്മഹൽ. താജ്മഹൽ നമുക്കറിയാം ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? അപ്പം ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന താജ്മഹൽ കേരളത്തിന്റെ പുറത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഹൈദരാബാദ്, ഹൈദരാബാദിൽ നമുക്കറിയാം ചാർമിനാറൊക്കെ കാണാനുണ്ട്. ഒരുപാട് പാലസുകൾ, നൈസാം പാലസ് ഒക്കെ കാണാനുണ്ട്. അതൊക്കെ എന്താണ്? കേരളത്തിന് പുറത്താണ്. അപ്പോൾ ഹൈദരാബാദ് നമുക്ക് കേരളത്തിന് പുറത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഡൽഹി അല്ലേ? ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ള, ചെങ്കോട്ട പോലെ അല്ലേ, പാലസുകളും മറ്റേതും ഒക്കെ കാണാനുള്ള ഒരു സ്ഥലമാണ് ഡൽഹി. അപ്പൊ ഡൽഹിയും, ഡൽഹി എന്ന് എഴുതാൻ നമുക്ക് 2 രീതിയിൽ എഴുതാം. ഒന്ന് ദഹ്ലി എന്നാണ് ഉറുദുവിൽ എഴുതുക. എഴുതുമ്പം എങ്ങനെയാണ് എഴുതുക? ദഹ്ലി. ഇത് ശ്രദ്ധിക്കുക, ദഹ്ലി എന്നാണ് എഴുതാം. ഇനി ഇത് എഴുതാൻ കഴിയാത്തവര് ദില്ലി എന്ന് എഴുതി വെച്ചാലും, അതായത് ദാല് ലാം ഇട്ടിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. ദില്ലി എന്ന് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. ദില്ലി എന്നും എഴുതാം, ദഹ്ലി എന്നും എഴുതാം. പിന്നെ ഊട്ടി, ഊട്ടിയും കേരളത്തിന് പുറത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മൈസൂർ അല്ലേ? മൈസൂരും കേരളത്തിന് പുറത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ച്
പഠിക്കാൻ പറ്റും. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഇത് 1 മാർക്കിനെ ചോദിക്കുള്ളൂ കേട്ടോ. എങ്ങനെ ചോദിക്കുക? കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന 2 വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പേര് എഴുതൂ. അങ്ങനെ എഴുതും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് മലമ്പുഴ, ആലപ്പുഴ, കോട്ടക്കുന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അതായത് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കുന്നത് ഇതായിരിക്കും. किसी एक तफरीही मकामात के बारे में नोट लिखिए. ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരത്തിന് കേന്ദ്രത്തെക്കുറിച്ച് നോട്ട് ലിഖിയെ, ഒരു നോട്ട് തയ്യാറാക്കൂ എന്നാണ് പറയാ. അങ്ങനെ പറയുമ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരത്തെക്കുറിച്ച് 4 സെന്റൻസ് എങ്കിലും നമ്മൾ എഴുതി വെച്ചാലേ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളായിട്ട് എങ്ങനെ അത് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 4 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ എഴുതുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുക. നമ്മൾ മൈസൂരിനെ കുറിച്ചാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ മൈസൂർ എന്ന് എന്ത് ചെയ്യാം? ഹെഡിങ് കൊടുക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഊട്ടി, ചിലവർക്ക് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള ആളുകൾ എന്താ ഹെഡിങ് കൊടുക്കേണ്ടത്? ഊട്ടി എന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ മൈസൂർ എന്ന് കൊടുക്കുക. എന്നിട്ട് എഴുതുക. വളരെ സിമ്പിൾ ആയിട്ട് നോക്ക്. മൈസൂർ മേരാ പസന്ദീദ തഫ്രീഹി മക്കാം ഹെ. ഒന്നാമത്തെ പോയിന്റ്, മൈസൂർ എന്നുള്ളത് മേരാ പസന്ദീദ, എനിക്ക് ഇഷ്ടപ്പെട്ട. പസന്ദീദ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട എന്നാണ് അർത്ഥം. മേരാ പസന്ദീദ തഫ്രീഹി മക്കാം ഹെ, എനിക്കിഷ്ടപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അല്ലേ? നമുക്ക് എഴുതിക്കൂടെ? എഴുതാം അല്ലേ? മൈസൂർ മേരാ പസന്ദീദ തഫ്രീഹി മക്കാം ഹെ. കാണാതെ പഠിക്കുക. രണ്ടാമത്തെ പോയിന്റ് നോക്ക്. മൈസൂർ റിയാസത്തെ കർണാടക की एक जगह है. മൈസൂർ കേരളത്തിലാണോ? അല്ല, കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതെങ്ങനെ എഴുതുക? മൈസൂർ റിയാസത്ത് കർണാടക. റിയാസത്ത് എന്ന് പറഞ്ഞാൽ സംസ്ഥാനം. നമ്മൾ ഏത് റിയാസത്തിലാണുള്ളത്? നമ്മൾ കേരള എന്ന് പറയുന്ന റിയാസത്തിലാണുള്ളത് അല്ലേ? കേരളത്തിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ റിയാസത്ത് കർണാടകക്ക്, കർണാടക സംസ്ഥാനത്തിലെ ഏക് ജഗാഹെ, ഒരു സ്ഥലമാകുന്നു ഏത്? മൈസൂരി എന്നുള്ളത്. അടുത്തത് നോക്ക്. അപ്പൊ അതും എഴുതാം. 2 പോയിന്റായി. ഒന്ന് മൈസൂർ മേരാ പസന്ദീദ തഫ്രീഹി മക്കാം ഹെ. രണ്ടാമത്തത് മൈസൂർ റിയാസത്ത് കർണാടക की एक जगह है. 2 പോയിന്റായി. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോ. മൈസൂർ की फिजा बहुत प्यारा है. മൈസൂർ की फिजा बहुत प्यारा है. എന്താണ്? മൈസൂരിൽ ആ ഒരു ചുറ്റുപാട് അല്ലേ? ആ ഒരു ചുറ്റുപാട്, അവിടുത്തെ ഒരു അന്തരീക്ഷം എന്താണ്? ബഹുത്ത് പ്യാരാഹെ, വളരെ പ്രിയപ്പെട്ടതാണ്. ഇതൊക്കെ എവിടെയും കൊടുക്കാട്ടോ. ഇനി നിങ്ങൾ ഊട്ടിയിലേക്കാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഊട്ടിക്ക് ഫിസ ബഹുത്ത് പ്യാരാഹെ എന്നാക്കി കൊടുത്താൽ മതി. സ്ഥലം മാത്രം മാറ്റിയാൽ മതി. മറ്റേതൊക്കെ അതുപോലെ എഴുതാം. ഊട്ടിക്ക് ഫിസ ബഹുത്ത് പ്യാരാഹെ. ഊട്ടിയിലെ കാലാവസ്ഥ എന്നുള്ളത്, അവിടുത്തെ ആ ചുറ്റുപാട് എന്നുള്ളത് വളരെ എന്താണ്? പ്രിയപ്പെട്ടതാണ്. അടുത്തത് നോക്ക്. അവിടെ എന്തൊക്കെയുള്ളത്? വഹാ മൈസൂർ, അല്ലെങ്കിൽ മൈസൂർ മേ എന്ന് എഴുതിയാലും മതി. മൈസൂർ മേ ടിപ്പു സുൽത്താൻ കാ കില്ല. ടിപ്പു സുൽത്താന്റെ കോട്ട എവിടെയുള്ളത്? മൈസൂരിലാണുള്ളത് അല്ലേ? ടിപ്പു സുൽത്താൻ കാ കില്ല. ഗാർഡൻ, അവിടെ എന്തുണ്ട്? പൂന്തോട്ടങ്ങളുണ്ട്. അപ്പം ടിപ്പു സുൽത്താൻ കാ കില്ല ഒരു ഇതിട്ടിട്ട് ഗാർഡൻ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കോമ കൂടിയിട്ടിട്ട് ചിഡിയാഗർ. ചിഡിയാഗർ എന്ന് പറഞ്ഞാൽ സൂ, അവിടെ സൂ ഉണ്ട്. ചിഡിയാഗർ. വഗൈറ ബഹുത്ത് മഷ്ഹൂർ ഹെ, അതൊക്കെ വളരെ പ്രശസ്തമാണ്. ഇനി വഗൈറ ബഹുത്ത് മഷ്ഹൂർ ഹെ എന്നൊക്കെ എഴുതാൻ അറിയാത്ത ആളുകൾ, അതൊക്കെ എഴുതാൻ പ്രയാസമുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് എഴുതുക? മൈസൂർ മേ ടിപ്പു സുൽത്താൻ കാ കില, ഗാർഡൻ, പിന്നെന്താ ഉള്ളത്? ചിഡിയാഗർ വഗൈറ ഹെ. അതൊക്കെ അവിടെ ഉണ്ട്. അത്ര മാത്രം എഴുതിയാൽ മതി. ഇങ്ങനെയുള്ള ഈ പോയിന്റ് 4 കാണാതെ പഠിച്ചൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റാണ്. ഈ പോയിന്റ് പഠിച്ചു വെച്ചാൽ എന്ത് എഴുതാൻ പറ്റും? വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള നോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്ക്, മൂന്നാമത്തെ ഒരു ചോദ്യം, എല്ലാ പ്രാവശ്യവും വരുന്ന, ആവർത്തിച്ച് വരുന്ന മറ്റൊരു ചോദ്യവുമായിട്ടാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും നോക്കിക്കോ. 4 ഖേലോं के नाम लिखिए. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കളികളുണ്ട് അല്ലേ? വൈവിധ്യമാർന്നിട്ടുള്ള കുട്ടിക്കാലത്ത് നമ്മൾ കളിക്കുന്ന ഒരുപാട് കളികളുണ്ട്. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കളികളുണ്ട്. 4 ഖേലോं के नाम लिखिए. 4 കളികളുടെ പേര് എഴുതുക. പിന്നെയോ പസന്ദീദ കിസി ഏക് ഖേൽ കെ ബാരെ മേ നോട്ട് ലിഖിയെ. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് നോട്ട് ലിഖിയെ.
നോട്ട് തയ്യാറാക്കുക. ചോദ്യം ഒന്നും കൂടെ വായിക്കാം. 4 ഖേലോं के नाम लिखिए. 4 കളികളുടെ പേര് എഴുതുക. പസന്ദീദ കിസി ഏക് ഖേൽ കെ ബാരെ മേം നോട്ട് ലിഖിയെ. ഇഷ്ടപ്പെട്ട ഒരു കളിയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കുക. അങ്ങനെ നമ്മളോട് ആദ്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ട 4 കളികളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 4 കളികളുടെ പേര് നോക്കാം. ഒന്ന് ആഗ് മച്ചോലി. ആഗ് മച്ചോലി എന്ന് പറഞ്ഞാൽ കണ്ണ് പൊത്തിക്കളിക്കുക. നമുക്കറിയാം ആഗ് എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണ് എന്നാണ് ഉറുദുവിൽ അർത്ഥം. ആഗ് മച്ചോലി എന്ന് പറഞ്ഞാൽ കണ്ണ് പൊത്തിക്കളി, കണ്ണ് പൊത്തിക്കളി. ക്രിക്കറ്റ്, ക്രിക്കറ്റിന് ഉറുദുവിലും ക്രിക്കറ്റ് എന്ന് തന്നെ എഴുതുന്ന രീതി എല്ലാവരും ശ്രദ്ധിച്ചു വെക്കുക. ക്രിക്കറ്റ്. ഫുട്ബോൾ, ഫുട്ബോൾ അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഫുട്ബോൾ. ഹോക്കി, ഹോക്കി എന്ന് എഴുതുക എങ്ങനെയാണ്? ഹാക്കി എന്നാണ് ഉറുദുവിൽ എഴുതുക. ഹാക്കി, 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 ഫുട്ബോൾ, ക്രിക്കറ്റ്, ആഗ് മച്ചോലി. ഇങ്ങനെ 4 കളികളുടെ പേര്. ഇത് 3 നമ്മൾ പറയുന്നതല്ലേ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി. അതെന്ത് ചെയ്താൽ മതി? ഉറുദുവിലാക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. ഇനി നമ്മളോട് രണ്ടാമത് ചോദിച്ചത് എന്താ? പസന്ദീദ കിസി ഏക് ഖേൽ കെ ബാരെ മേം നോട്ട് ലിഖിയെ. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കൂ അല്ലേ, അതാണ് ചോദ്യം. അതിനാണ് 3 മാർക്ക് ഉണ്ടാവുക. ഈ 4 എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് അങ്ങക്ക് കിട്ടുക. ബാക്കി 3 മാർക്ക് എന്തിനായിരിക്കും? ഈ ഒരു കളിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള നോട്ടിനായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഒരു ഹെഡിങ് ആണ് കൊടുക്കേണ്ടത്. ഹോക്കി. നമ്മൾ വിനോദസഞ്ചാര കേന്ദ്രം എഴുതിയപ്പോൾ മൈസൂർ എന്ന് ഹെഡിങ് കൊടുത്ത പോലെ ഇവിടെ ഒരു കളിയുടെ പേര് ഹോക്കി എന്ന് നമ്മൾ ഹെഡിങ് കൊടുത്തു. ഇനി ഹോക്കിയെക്കുറിച്ച് നമ്മൾ എഴുതാൻ പോവാണ്. ഹോക്കി മേരാ പസന്ദീദ ഖേൽ ഹെ. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഹോക്കി എന്നുള്ളത് എന്താണ്? മേരാ പസന്ദീദ ഖേൽ ഹെ, എനിക്ക് ഇഷ്ടപ്പെട്ട കളിയാകുന്നു. മറ്റേ നമ്മൾ പറഞ്ഞു മൈസൂർ മേരാ പസന്ദീദ തഫ്രീഹി മക്കാം ഹെ. ഇവിടെ എന്താ പറഞ്ഞത്? ഹോക്കി മേരാ പസന്ദീദ ഖേൽ ഹെ. ഹോക്കി എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയാകുന്നു. ഹോക്കി മേരാ പസന്ദീദ ഖേൽ ഹെ, അത് 2 വട്ടമായതാണ്. ഓക്കെ. ഹോക്കി സ്റ്റിക്ക് ഓർ ചോട്ടി ഗിൻഡ് സെ യേ ഖേൽ ഖേലാ ജാതാ ഹെ. ഹോക്കി എന്തുകൊണ്ടാണ് കളിക്കുക? ഒരു സ്റ്റിക്ക് ഉണ്ടാവില്ലേ, സ്റ്റിക്ക് ഓർ ചോട്ടി ഗേന്ദ് സെ. ഒരു സ്റ്റിക്കും ഉണ്ടാവും, അതുപോലെ ഒരു ചോട്ടി ഗേന്ദ്, ഒരു ചെറിയ പന്തും ഉണ്ടാവും. ആ പന്തും ഉപയോഗിച്ചിട്ടാണ് ഖേൽ ഖേലാ ജാതാ ഹെ, നമ്മൾ ഈ കളി കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുട്ബോൾ, ചിലർക്ക് ഫുട്ബോളിനോടായിരിക്കും, ഹോക്കിയോടൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഫുട്ബോൾ ഏക് ഗീന്ദ് സെ ഖേലാ ജാതാ ഹെ. എന്തുകൊണ്ടാണ് കളിക്കുന്നത്? ഒരു പന്ത് കൊണ്ടാണ്. ഗേന്ദ് സെ, ഒരു പന്ത് കൊണ്ടാണ് കളിക്കുന്നത്. സ്റ്റിക്ക് എന്നുള്ളത് ഒഴിവാക്കിയാൽ മതി. ഹോക്കി ഹിന്ദുസ്ഥാൻ കാ കൗമി ഖേൽ ഹെ. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം അല്ലേ. എന്താണ് ഹോക്കി എന്നുള്ളത്? ഇന്ത്യയുടെ ഒരു ദേശീയ വിനോദം കൂടിയാണ് അല്ലേ, ഒരു ദേശീയ വിനോദം കൂടിയാണ് ഹോക്കി. അപ്പം ഹോക്കി ഹിന്ദുസ്ഥാൻ കാ, ഹോക്കി എന്നുള്ളത് ഇന്ത്യയുടെ കൗമി ഖേൽ ഹെ. കൗമി ഖേൽ, ദേശീയ കളിയാകുന്നു. ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ കാ കൗമി ഖേൽ ഹെ, ഇന്ത്യയുടെ ദേശീയ കളിയാകുന്നു, ദേശീയ വിനോദമാകുന്നു ഏത്? ഹോക്കി എന്നുള്ളത്. അടുത്തത് നോക്ക്. ധ്യാൻ ചന്ദ് ഹിന്ദുസ്ഥാൻ കാ ഉംദ ഹോക്കി ഖിലാഡി ഥാ. ധ്യാൻ ചന്ദ്, ധ്യാൻ ചന്ദ് എന്നുള്ളത് ഒരു അറിയപ്പെട്ട ഹോക്കി പ്ലെയർ ആണ്. അപ്പോൾ ധ്യാൻ ചന്ദ് ഹിന്ദുസ്ഥാൻ കാ, ഇന്ത്യയിലെ ഉംദ ഹോക്കി ഖിലാഡി ഥാ, ഒരു ഉയർന്ന, ഉംദ എന്നുള്ളതൊക്കെ വേണമെങ്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കുക. ഹോക്കി ഖിലാഡി ഥാ, ഒരു എന്തായിരുന്നു? ഹോക്കി പ്ലെയർ ആയിരുന്നു, ഹോക്കി കളിക്കാരനായിരുന്നു ധ്യാൻ ചന്ദ്. ഇങ്ങനെ നമുക്ക് മനോഹരമായിട്ട് ഹോക്കിയെക്കുറിച്ച് എഴുതാൻ പറ്റും. ഇനി ഫുട്ബോളൊക്കെ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഫുട്ബോൾ മേരാ പസന്ദീദ ഖേൽ ഹെ അല്ലേ, ഫുട്ബോൾ ഖേന്ദ് സെ ഖേലാ ജാതാ ഹെ. അതുപോലെ നെയ്മർ, മെസ്സി വഗൈറ ഫുട്ബോൾ ഖിലാഡി ഥേ. എന്താണ്? അവരൊക്കെ ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. എല്ലാവരും ഈ ഒരു നോട്ടും കാണാതെ പഠിച്ചു വെക്കുക. ഈ ഒരു 3 കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം എത്ര മാർക്കാണ്? 10 മാർക്ക് അല്ലെങ്കിൽ 12 മാർക്കിൻ്റെ അടുത്ത് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് ഈ 3 ചോദ്യങ്ങളും എന്താണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ കറക്റ്റായിട്ട് എഴുതി തന്നെ പഠിക്കുക. നമുക്കൊരു അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഖുദാ ഹാഫിസ്.